ആഗോള താപനത്തെ ചെറുക്കാനും ഒപ്പം ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കോന്നി സ്വദേശി രഘുനാഥ് രാമകൃഷ്ണന്റെ പരീക്ഷണം വിജയകരമാകുന്നു. സിദ്ധ പാരമ്പര്യത്തിൽ വികസിപ്പിച്ച കേപ്പർ മെറ്റലിന്റെ ഉപയോഗം അന്താരാഷ്ട്ര മേഖലയിലും അംഗീകാരം ലഭ്യമായി. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി രഘുനാഥ് രാമകൃഷ്ണൻ മൺമറഞ്ഞുപോയ പ്രശസ്ത സയന്റിസ്റ്റുകളായ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയോ അതുമല്ലെങ്കിൽ മൈക്കൽ ഫാരഡയെ പോലെയോ പേരും പ്രശസ്തിക്കും താല്പര്യമില്ല. കഴിഞ്ഞ 10 വർഷമായി താൻ വികസിപ്പിച്ചെടുത്ത ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്ന മാഗ്നറ്റിക് കോപ്പറിന്റെ പ്രയോജനം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. കോന്നിയിലെ തന്റെ പരീക്ഷണശാലയിൽ മാധ്യമപ്രവർത്തകരോട് താൻ വികസിപ്പിച്ചെടുത്ത നൂതന മാഗ്നറ്റിക് കോപ്പറിന്റെ വിശദീകരണം നടത്തി. ആഗോളതാപനവും അന്തരീക്ഷ മലിനീകരണവും ലോകമെമ്പാടും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഈ കോപ്പറിന്റെ പ്രസക്തി ഏറുന്നതെന്ന് രഘുനാഥ രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സിദ്ധ ടെക്നോളജിയിൽ ശക്തിയേറിയ മൂലകങ്ങൾ കൊണ്ടാണ് ഇത് തയ്യാറാക്കപ്പെടുന്നത്. ഈ മൂലകങ്ങളിട്ട് ഇതിൻ്റെ കൂടെ ശുദ്ധി ചെയ്ത സാധാരണ കോപ്പറും ഇട്ട് അത് ഉരുക്കിയാണ് ഈ എക്സോട്ടിക് കോപ്പർ ഉണ്ടാക്കുന്നത്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയിൽ ഈ കോപ്പർ ഇട്ട് കഴിഞ്ഞാൽ മൈലേജ് കൂടുതൽ ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. സിദ്ധ പാരമ്പര്യം കൈവരിച്ച രഘുനാഥ രാമകൃഷ്ണൻ കഴിഞ്ഞ 10 വർഷത്തിനിടയിലായി താൻ വികസിപ്പിച്ചെടുത്ത ചില പ്രത്യേക മൂലകങ്ങളും മിശ്രിതങ്ങളും ചേർത്താണ് മാഗ്നറ്റിക് കോപ്പറിന് രൂപം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കോപ്പർ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പെട്രോളിലേക്കോ ഡീസലിലേക്കോ മണ്ണെണ്ണയിലേക്കോ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ മൈലേജും അന്തരീക്ഷത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള പുകയും ഇതിൽ നിന്നും ഉണ്ടാകില്ലെന്നും ഉറപ്പുവരുത്തുന്നതായി രഘുനാഥ് രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 1 ലിറ്റർ പെട്രോളിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ആക്റ്റീവ പോലുള്ള സ്കൂട്ടറുകൾക്ക് ഒരു 85-90 മൈലേജ് കിട്ടും. അത് ഇടാതെ തിരിച്ച് നമ്മൾ ആദ്യം അങ്ങോട്ട് ഇത് ശുദ്ധി ചെയ്ത പെട്രോൾ കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ പോകുന്നു. അത് 80-85 മൈലേജ് കിട്ടും. തിരിച്ച് നമ്മൾ പമ്പിൽ നിന്ന് അടിക്കുമ്പോൾ കിട്ടത്തില്ല. സാധാരണ പെട്രോളാണ്. അത് വർക്കൗട്ട് ആകാൻ 2-3 മണിക്കൂർ എടുക്കും. ഇദ്ദേഹത്തിന്റെ പരീക്ഷണത്തിൽ ആകൃഷ്ടരായ ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ഇതിന്റെ നൂതന സാങ്കേതിക വിദ്യ മനസ്സിലാക്കിയ ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ പ്രശംസിച്ചുകൊണ്ട് ആർട്ടിക്കിൾ ഇറക്കിയതായും രഘുനാഥ് രാമകൃഷ്ണൻ പറഞ്ഞു. താൻ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിന്റെ സത്യാവസ്ഥയും യാഥാർത്ഥ്യവും മനസ്സിലാക്കി സ്റ്റാർട്ടപ്പ് രീതിയിൽ മുന്നോട്ട് വരാൻ താല്പര്യമുള്ളവരുമായി സഹകരിച്ച് ഇതിന്റെ വിപണന സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. ആഗോളതാപനം വെല്ലുവിളിയാകുന്ന ഈ കാലഘട്ടത്തിൽ രഘുനാഥ് രാമകൃഷ്ണനെ പോലെയുള്ള യുവാക്കൾ കൂടുതൽ സമൂഹത്തിലേക്ക് എത്തണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. കോന്നിയിൽ നിന്നും പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, ACB ന്യൂസ്, പത്തനംതിട്ട.